നിങ്ങൾക്കെല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടെററിയമാണ്. അതായത് നമ്മുടെ വെളിയിലുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ പ്ലാന്റേഷൻ ടെക്നോളജിയാണ് ടെററിയം, നമ്മുടെ ചെറിയ ഗ്ലാസ് ജാറി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് ജാർ എടുക്കാം. ഈ ഗ്ലാസ് ജാർ കുറച്ച് അഴുക്കായിരുന്നു. നമ്മൾ പിന്നെ ഫുള്ളൊന്ന് തേച്ച് സെറ്റാക്കി ഇതേപോലെ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആറ്റുകല്ലൊക്കെ പോലെ നമ്മുടെ വീട്ടിലേക്കുള്ള കല്ലുകളാണ്. ഇത് നമുക്ക് അടിയിലൊരു ബേസായിട്ട് നമുക്ക് ഒരു 5-6 നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ചിടണം, ഒരേ ലെവലിൽ ഇടാൻ ശ്രമിക്കണം. ഒരു തട്ടിട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. അവിടെ ഒരു ലെയർ ഈ കല്ലൊന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അതേപോലെ ഇനി 3-4 കല്ലും കൂടെ ഉണ്ട്. അമ്മനെ കൂടെ സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി നമ്മളിത് വെച്ചപ്പോൾ ഉണ്ടായ ചെറിയ മണ്ണൊക്കെ ഉണ്ടാവും, പൊടിയൊക്കെ, അതൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കണം. ഇതേപോലെ ഒരു കോട്ടൺ തുണി വെച്ച് നമുക്ക് സൈഡൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. എന്നാലേ കാണുന്ന ഗ്ലാസ്സിനൊരു നല്ല ലുക്കൊക്കെ കിട്ടത്തുള്ളൂ. അതായത് നമുക്ക് നല്ലൊരു അകം കാണുന്നുണ്ടായ, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്രയും മണ്ണൊക്കെ നമുക്ക് ഇതിനകത്ത് പിടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് നമ്മളൊരു തടിയുടെ പീസിനകത്താണ്, തടിയുടെ ഇത് പുറന്തൊലി വെച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പയ്യെ ഇട്ട് കൊടുക്കണം, കാരണം എല്ലാ സൈഡിലൊന്നും പറ്റാത്ത രീതി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളൊന്ന് ആ ലെയർ മൂടുന്ന രീതി, ആ കല്ല് മൂടുന്ന രീതി മണ്ണിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ കല്ലെല്ലാം ഫുള്ളായിട്ട് ലെവൽ ചെയ്യണം. അടുത്ത രീതി നമ്മൾ കറുത്ത മണ്ണാണ് ഇടുന്നത്. വെള്ളമുള്ള മണ്ണാണ് അത്ര നല്ലത്. ഇത് നമുക്ക് അകത്തേക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾ നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റം ആക്കേണ്ടതുകൊണ്ട് അതിനകത്ത് മിനറലിൻ്റെ മെയിൻ സോഴ്സാണ് മണ്ണ്. ഇതാണ് നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മണ്ണ് ആദ്യത്തെ ലെയറൊക്കെ ഇട്ട് നമ്മുടെ അവിടെ ഇവിടെ മൂലയൊക്കെ ഇടാനുണ്ട്. ആ മൂലയൊക്കെ നമ്മളൊന്ന് സെറ്റാക്കുകയാണ്, ലെവൽ ചെയ്ത് തടി വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം എപ്പോഴും നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടെ വേണം ചെയ്യുക. കുപ്പിച്ചില്ലൊക്കെയാണ്, തറകൾ പൊട്ടാതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ മണ്ണ് സെറ്റാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉൾഭാഗമൊക്കെ ഈ തടി വെച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. അകമൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം നമ്മൾ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കർക്കാട, അതൊരു ഷെല്ലെടുത്ത്, ഒരു ശംഖിൻ്റെ, അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണ് ആ ഹോളിലേക്ക് തിരികി അതിനകത്തേക്ക് നമുക്ക് ഇതേപോലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ഈ മതിലൊക്കെ ഉള്ള ഒരു ചെടിയാണിത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഉടനെ നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. ആ ചെടി 2 എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ ശംഖിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ മണ്ണ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നല്ലോണം ഉറച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഇങ്ങനെ എടുത്ത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ പയ്യെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുപ്പിയാണ് നമ്മുടെ കയ്യിരിക്കുന്നത്, തറയുടെ പൊട്ടാതെ ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ളൊരു പൊസിഷനിൽ തന്നെ ഇരിക്കാനും നമ്മൾ കൈ കൊണ്ടൊക്കെ വെച്ചൊന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്യുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതേപോലെ ഇനി നമുക്ക് ഇതേപോലെ ഒരു പാറ കഷ്ണം ഇവിടെ കിട്ടിയത്, പാറയാണോ കോൺക്രീറ്റ് ആണോ അറിഞ്ഞൂടാ, നമുക്ക് ഇവിടെ കിടന്ന് കിട്ടിയതാണ്. അതിന് നല്ല ലുക്ക് തോന്നി, ട്രഡീഷണൽ. അത് നമ്മൾ എടുത്തിനകത്ത് വെച്ച് ഒരു സ്കൾപ്ചർ ലുക്ക് തോന്നിയുകൊണ്ട് അത് എടുത്തിനകത്ത് വെച്ച് അതും പയ്യെ ശ്രദ്ധിച്ച് വേണം കയറ്റാൻ. എന്നിട്ട് നമുക്ക് ഇതേപോലെ വീണ്ടും ഒരു ശംഖെടുത്തതിന് ശേഷം ഇതേപോലെ 2-3 ചെടിയും കൂടെ വെച്ച് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ മണ്ണ് ഫില്ല് ചെയ്ത് നമ്മുടെ ഈ ചെടികളെല്ലാം ശംഖിനകത്താക്കി അത് നമുക്ക് ജാറിലേക്ക് ആക്കിയെടുക്കണം. നമ്മുടെ ജാറിലേക്ക് പയ്യെ വെക്കണം. ജാറിലേക്ക് പയ്യെ നമ്മുടെ അതിലേക്ക് ഒന്ന് ഒതുക്കി ഒന്ന് ഇറക്കി കൊടുക്കാം. പിന്നെ അതേപോലെ ഇച്ചിരി മണ്ണിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ പരിഹരിക്കുക, ഇച്ചിരി മണ്ണൂടെ ഇട്ടേപ്പോൾ ഉണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ശേഷം നമുക്ക് ഒതുക്കി നമ്മുടെ ജാറിലേക്കൊന്ന് ഇറക്കിയെടുക്കാം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പ്ലാന്റേഷൻ കൂടുതലൂടെ എളുപ്പമാകാൻ സഹായിക്കും. അതിനാണ് നമ്മളിങ്ങനെ ശംഖിൽ തന്നെ ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. മണ്ണൊക്കെ ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കണം, കാരണം നേരെ ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ. ഇനി നമ്മൾ ഈ മണ്ണ് വെച്ചെടുത്തൊക്കെ കുറച്ച് പായൽ വെച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ മതിലിൻ്റെ സൈഡിൽ കാണുന്ന പായലാണ് എടുത്തിരിക്കുന്നത്. ആ പായൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മണ്ണിട്ടിടമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അറ്റമൊക്കെ നമ്മളങ്ങനെ അറ്റത്തൊക്കെ കുറച്ച് പായൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം.
നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അവിടെ അങ്ങ് ഇരുന്നോളും. കുറച്ചാൾ കഴിയുമ്പോഴത്തേന് വേരിറങ്ങിയിട്ട് അവിടെ അങ്ങ് സെറ്റായിരിക്കും ഈ നമ്മുടെ ടെററിയത്തിനകത്ത്. അങ്ങനെ നമുക്ക് ചുറ്റും ഒന്ന് പായൽ വെച്ച് സെറ്റാക്കി എടുക്കണം. നമ്മൾ ആ സൈഡിലൊക്കെ ചെടിയൊക്കെ വെച്ചതിൻ്റെ സൈഡിലൊക്കെ വെച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഫുള്ള് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു ക്യാപ്പിട്ട് അടച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് സ്പ്രെയർ ഉപയോഗിച്ച് നനയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ടെററിയം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതും ഈസിയൊക്കെ അല്ലേ. കുപ്പി ഗ്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാർ എടുക്കുക, അതിനകത്ത് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ പരമാവധി ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ ഇസ്മി മാഹി സൈനിങ് ഔട്ട്.